ഹലോ. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ പാറുമോൾ എൻ്റെ കയ്യിലുണ്ട്. ആൾ നല്ല യോയോ ആയിട്ട് കണ്ണടയൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളിലേക്ക്, ഡാമില്ല, മലമ്പുഴ ഡാമിൻ്റെ ഗാർഡൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല. അപ്പോൾ അതിന് പകരം മലമ്പുഴ ഡാമിൻ്റെ മേൽഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോഴല്ലേ എൻ്റെ പൊന്നു ഒരു ജാതി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞാനിങ്ങനെ വ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. വന്നിട്ടുണ്ട് മുമ്പ് ഒരുപാട് തവണ. പക്ഷേ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി കാഴ്ചയൊന്നും കാണാൻ നിൽക്കാറില്ല. നേരെ ഡാമിൻ്റെ അവിടെ പോവും, തിരിച്ച് വീട്ടിലേക്ക് പോവും, അതാണ് ചെയ്യാറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ വണ്ടി നിർത്തിയപ്പോൾ പിള്ളേർക്ക് കുറച്ച് നേരം കളിക്കാൻ ടൈം കിട്ടി. അപ്പോൾ അമ്പുവാണ് ഏതോ ഒരു കുരങ്ങൻ്റെ പോലെ ഏതോ ഒരു മരത്തിൻ്റെ വള്ളിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു ആവേശത്തിന് പുറത്ത് അവിടെ കാറൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം നടക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നടന്ന് കുറച്ചങ്ങോട്ട് ആകുമ്പോഴത്തേനും പരിപ്പളകി പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായി. വയ്യാണ്ടായി എന്ന് വെച്ചാൽ ഒരു കയറ്റം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ നമുക്കവിടെ കുറേ നേരം നടക്കാനൊന്നും പറ്റില്ല. ഞാൻ കുറച്ച് നേരം നടക്കുമ്പോൾ കാലൊക്കെ വേദനിച്ച് തുടങ്ങി. പിന്നെയാണ് ഈ രണ്ട് സൈഡ് ഫുൾ കാട് പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുവിധം വണ്ടിയിൽ കയറി പിത്തക്ക എന്ന് പറഞ്ഞ് ഡാമിൻ്റെ മേലെ എത്തി. ഈ പാലക്കാട് ജില്ലയിൽ കടലില്ലാത്ത വിഷമം മാറുന്നത് ഈ ഡാം കാണും. പിന്നെ ഇവിടുന്ന് ഡാമിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഒരു സൈഡ് ഡാം കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് മലയാണ്. പിന്നെ കുറച്ച് ദൂരം പോയാലാണ് കുറച്ച് വീടുകൾ അങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ വന്നത് ഈവനിങ് ആയ കാരണം കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഡാമിൽ നിന്ന്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. കുറച്ച് നേരം ഡാമിൽ കുട്ടികളെ കൂടെ ഒക്കെ ഇരുന്ന് കളിച്ചു സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമാരൊന്നും ബാക്ക് സൈഡിലേക്കൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഫ്രണ്ടിലേക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ വീണ്ടും ആ പാലത്തിൻ്റെ മേലേക്ക് തന്നെ പോയിട്ടാണ്. പിന്നെ പെട്ടെന്ന് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.